അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചച്ചക്ക വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. പുറത്തുള്ള ചകിടിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ചക്കച്ചുളയുടെ ആ ചകിടിയെല്ലാം മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചക്കച്ചുള എന്ന് പറയുന്നത് മീഡിയം സൈസിലുള്ള 20 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ വലിപ്പമുള്ള ചക്കച്ചുളയാണെന്നുണ്ടെങ്കിൽ ഒരു 12 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് കപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് ചക്കച്ചുള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് ചക്കച്ചുള കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കച്ചുള ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിൽ ചക്കക്കുരുവൊന്നും എടുത്തിട്ടില്ല, വെറും ചക്ക മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി പോകരുത്, ഒരു 2 നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. അതായത് ഇതിന്റെ ആവിയെല്ലാം ഇതാ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചക്കയൊക്കെ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. വെന്തങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവത്തിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആയിരുന്നു. അതാ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് 1.5 കപ്പ് എടുക്കുന്നത്. ഇനി ശർക്കര ഒന്ന് ഉരുകി വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ശർക്കരയെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുത്താൽ മതിയാവും. നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര ഒന്ന് ഉരുക്കി കിട്ടും. ഇപ്പൊ ശർക്കര എല്ലാം എന്താ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി കിടന്ന് ഈ ചക്ക എല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ശർക്കര പാനി ഉരുക്കിയെടുത്തതിന് ശേഷം കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് വേറൊരു പാനിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ച ചക്ക ഇട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ അതാ ചക്ക നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര പാനി കിടന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഒരു 3 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ചൗവരിയാണ്. ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് ചൗവരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് ചൗവരി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ ചൗവരി കുതിർക്കാതെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൗവരി വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ഇത്രയും ചൗവരി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചൗവരി എടുത്താലും മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മളിതിൽ വേവിച്ച ചൗവരിയും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1ാം പാലെടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് 2ാം പാലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1ാം പാല് പിഴിഞ്ഞെടുത്ത തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് 2ാം പാലും എടുത്തിട്ടുണ്ട്.
ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് തേങ്ങ എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. നമ്മളിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക തല്ലി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പഞ്ചസാര ഇട്ട് ഏലക്ക പൊടിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചുക്കിന്റെ ടേസ്റ്റും മണമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ചുക്ക് ഒഴിവാക്കിയിട്ട് ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അതിൽ ഈ 5 ഏലക്കയും ഒരു ചെറിയൊരു കഷ്ണം ചുക്കും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഇടികല്ല് വെച്ചിട്ട് ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുത്താലും മതി. അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള 1ാം പാലാണ്. 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത്. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. ഇപ്പൊ ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് ശർക്കര എടുത്താലും മതി. അപ്പം ചിലർക്ക് മധുരം കുറച്ച് മതി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് എടുത്താൽ മതി. അത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. തിളക്കരുത്. തിളച്ചാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് മുഴുവൻ അങ്ങ് മാറിപ്പോവും. നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങ കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തിന്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതോ അതിനനുസരിച്ച് കുറച്ചോ കൂടുതലോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വരട്ടെ. അപ്പോൾ ഉണക്കമുന്തിരിയും കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ അതാ ഉണക്കമുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഒഴിക്കാം. എല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ആയി. നല്ലോണം എല്ലാം ഒന്ന് സെറ്റായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും ഇതെന്താണ് ചെയ്തിട്ടെടുക്കുന്നതെന്ന്. അപ്പോൾ പച്ച ചക്ക വെച്ചിട്ടുള്ള നമ്മൾ പ്രഥമനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടല്ലേ പ്രഥമനൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്കയിലും ചെയ്യാം. അതുപോലെ തന്നെ പരിക്കച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്കയിലും ചെയ്യാവുന്നതാണ്. എനിക്ക് കൂടുതലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്ക നമ്മൾ ചെയ്തിട്ട് പ്രഥമൻ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ പ്രഥമൻ. അപ്പം നമ്മൾ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്കയാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. മിക്ക എല്ലാവരുടെയും വീട്ടിൽ കൂഴച്ചക്കയൊക്കെ ഉള്ളതാണ്. അപ്പോൾ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്ക വെച്ചിട്ടുള്ള ഈ പ്രഥമൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്